ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗവേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥാ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥാ. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ. കർത്താവ് അരുളി ചെയ്യുന്ന സമാധാനത്തിന്റെ പദ്ധതികളാണ് ഞാൻ ചിന്തിക്കുന്നത്, ദ്രുതത്തിന്റെ അല്ല. നിങ്ങൾ എന്നെ വിളിച്ചുപേക്ഷിക്കും, ഞാൻ നിങ്ങളെ ശ്രവിക്കും. ചിതറിക്കെതിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ദ്വീപിൽ പ്രത്യേകമായി റോസ്ലി, റാഫേൽ, ജോസി വലിയ വീട്ടിൽ, ആന്റണി മരിയക്കുട്ടിയുടെ ആത്മശാന്തിക്ക് പ്രത്യേകം നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ആത്മശാന്തിക്കായി സമർപ്പിക്കുന്ന നമ്മുടെ നിയോഗൂലം ആവശ്യങ്ങൾ നമുക്ക് ബലിയിൽ സമർപ്പിക്കാം. ഇന്ന് ഈശോ സുവിശേഷത്തിൽ ജെറൂസലേം നഗരത്തെ നോക്കി അവിടെ നിന്ന് വിലപിക്കുന്ന ഭാഗമാണ്. ജെറൂസലേം നഗരം ഈശോ ഒത്തിരി സ്നേഹിച്ചിരുന്ന നഗരമാണ്. ജെറൂസലേം നഗരം ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ജെറൂസലേമിലാണ് പ്രവാചകന്മാരൊക്കെ വധിക്കപ്പെട്ടിട്ടുള്ളത്. ഈശോയുടെ വധസ്ഥലവും ജെറൂസലേമാണെങ്കിലും ജെറൂസലേമിനെ ഈശോ സ്നേഹിച്ചിരുന്നു. ജെറൂസലേം മാനസാന്തരപ്പെടുമെന്ന് ഈശോ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈശോ ജെറൂസലേമിനെ സ്നേഹിച്ചടുക്കും തോറും അകന്നുപോയി എന്ന് പറഞ്ഞ് ജെറൂസലേമിൻ്റെ തകർച്ചയെപ്പറ്റി ഈശോ ഇന്ന് വിലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. ജെറൂസലേം നഗരം, ജെറൂസലേം ദേവാലയം ഒക്കെ വിജാതീയ രാജാക്കന്മാരിൽ തകർക്കപ്പെടും. ജെറൂസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന് ഈശോ പ്രവചിക്കുന്ന ഭാഗമാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചത്. അപ്പോൾ ദൈവം ഒരു നഗരത്തെ നോക്കി വിലപിക്കുന്നതായിട്ട്, അപ്പം നമ്മളെ നോക്കി വിലപിക്കുന്ന, നമ്മൾ പാപകരമായ ജീവിതം ഒത്തിരി വരുമ്പോൾ ദൈവം നമ്മളെ നോക്കിയും കരയുകയും വിലപിക്കുകയും ചെയ്യുന്ന രംഗങ്ങളുണ്ടാകാം. മനസ്സാവമില്ലാതെ, പാപബോധമില്ലാതെ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവം അടുത്ത് വരുമ്പോൾ നമ്മൾ അകന്നു പോകുന്നു, വീണ്ടും ദൈവം അടുത്ത് വരുമ്പോൾ. അപ്പം ജെറൂസലേം നഗരം അങ്ങനെയായിരുന്നു. ദൈവം ഈശോ അടുത്ത് ജെറൂസലേമിനെ സ്നേഹിച്ച് അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ജെറൂസലേം അകന്നുപോയി. അപ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന് ഈശോ പ്രവചിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ദൈവം നമ്മളെ സമീപിക്കുന്ന, മാനസാന്തരത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു നിമിഷമുണ്ടാകാം. മനസാന്തരപ്പെടുവാനും പശ്ചാത്തപിക്കുവാനും ജീവിതത്തെ നല്ല നിലയിൽ കൊണ്ടുപോകുവാനുമൊക്കെ ദൈവം നമ്മളെ സമീപിക്കുന്ന നിമിഷമാണ് നമ്മുടെ മാനസാന്തര സമയം. മാനസാന്തരം എപ്പോഴും ഉണ്ടാകണം. പാപം ചെയ്തു മനസ്സപിക്കുന്നു, പാപം ചെയ്തു മനസ്സപിക്കുന്നു. അല്ലെങ്കിൽ പാപം ചെയ്തിട്ടൊരിക്കൽ മനസ്സപിച്ചിട്ട് നിന്ന് പിന്നെയും പാപം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അനുതാപത്തോടുകൂടി പാപമോചനം സ്വീകരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കുദാശകളൊക്കെ നമ്മളെ സ്വാധീനിക്കുകയും, ഇപ്പം കുർബാനയാണ് നമുക്ക് ശക്തിയും ധൈര്യവും തരിക. പാപമോചനം നേടി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ജീവിതത്തെ കർത്താവ് ഒത്തിരി സ്വാധീനിക്കുന്നു. നമുക്കും നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിനും രക്ഷയും ജീവിതത്തിൽ വിജയമൊക്കെ തരിക പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. അപ്പോൾ ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെയും രഹസ്യമാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ അതിൽ നമുക്ക് യോഗ്യതയോടുകൂടി ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാം. നമ്മുടെ പാപങ്ങളോർത്ത്
ഉത്തമമായ മനസ്സാപത്തോടുകൂടി നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയോടുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണവുമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവനായ അങ്ങയ്ക്ക് ഞങ്ങൾ നിരന്തരം ശുശ്രൂഷ അർപ്പിക്കുന്നതിലാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ സിംഹാസനസ്ഥൻ്റെ വലത്ത് കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും ശബ്ദമുദ്രതകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ കണ്ടു. സർവശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്തുവാനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും യോഗ്യതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്തുവാനോ അതിലേക്ക് നോക്കാനോ കഴിയില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും ശബ്ദമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനസ്ഥൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളും ഉണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനത്തിൻ്റെ വലത്ത് കൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അവൻ അത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവവും നിറഞ്ഞ സ്വർണ്ണ കലശവും കയ്യിലേന്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ സ്വീകരിക്കുവാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരും ആക്കി. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഇസ്രയേൽ തൻ്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ.
അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരമീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തെ സംപ്രീതനായിരിക്കുന്നു. എളിയവരെ അവിടുന്ന് വിജയം അണിയിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ. അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. അവരുടെ കണ്ടങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു ജെറുസലേമിനെ അടുത്ത് വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. ഇതെന്നാൽ നിന്റെ സന്ദർശനത്തിൻ്റെ ദിവസം നീ അറിഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ജീവിതം മുഴുവൻ ബലിയായി അണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താരൻ ഒരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായി അണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താരൻ ഒരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായി അണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താരൻ ഒരുക്കുന്നു ഞാൻ. അമ്മയാമേരിയും നിർമ്മല സ്ലീഹരും നമ്മളോടൊപ്പമുണ്ടീ ബലിയിൽ. നിർമ്മല സ്ലീഹരും നമ്മളോടൊപ്പമുണ്ടീ ബലിയിൽ. സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. ഈ ജന്മം ബലിയായി നൽകാം ഞങ്ങൾ അടയുന്നു നിൻ മുൻപിൽ സ്നേഹമോടെ കൈകൾ കൂപ്പുന്നു. സഹോദരന് നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ മഹിമ പ്രഭാവത്തിനു മുമ്പിൽ സമർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ ഭക്ത്യാദരത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരുകയും നിത്യാനന്ദത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ
ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താരാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും മായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുടണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ അവിടുന്ന് ഭവനത്തിൽ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ പ്രവേശിക്കുവാൻ യോഗ്യനല്ല. യോഗ്യനല്ല. ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം കർത്താവിന്റെ പ്രാപിക്കും. തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അപ്പമായി എന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗ രാജനീശോ, ധന്യമാമി വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ വാവാ. അപ്പമായി എന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗ രാജനീശോ, ആദിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലറ്റിയിടുമ്പോൾ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. ആദിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലറ്റിയിടുമ്പോൾ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. അപ്പമായി എന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗ രാജനീശോ, തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ ഏകയായി നിന്നു തളർന്നിടുമ്പോൾ ദിവ്യകാരുണ്യമാണെന്നാശ്രയം. തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ ഏകയായി നിന്നു തളർന്നിടുമ്പോൾ ദിവ്യകാരുണ്യമാണെന്നാശ്രയം. അപ്പമായി എന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗ രാജനീശോ, ധന്യമാമി വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ വാവാ. അപ്പമായി എന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗ രാജനീശോ, ആദിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലറ്റിയിടുമ്പോൾ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം.
ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യങ്ങളുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനയ്ക്ക് ഉപകരിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് ഞങ്ങളോടുകൂടെ, ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ചെയ്ത മാതാവേ, നിന്റെ സന്നിധിയിലൂടെ വന്ന് നിന്റെ സഹായം തേടി മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ആരെയും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപേക്ഷിക്കണമേ. സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.